വികലാംഗനായ ഒരു കൊറിയക്കാരൻ്റെ ഭാര്യയാണ് സൺ എന്ന് പറയുന്ന സുന്ദരിയായ സ്ത്രീ. പുള്ളിക്കാരത്തി അപ്രതീക്ഷിതമായിട്ട് ഗർഭിണിയായി. ഇത് പ്ലാനിങ് ഒന്നുമില്ലാതെ ഗർഭിണിയായി. അപ്പോൾ സ്കാൻ ചെയ്യേണ്ട സമയമായപ്പോൾ ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിയെ നിങ്ങൾ വളർത്തണമെന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് താല്പര്യമില്ല. കാരണം കുട്ടിക്ക് സാരമായ അംഗവൈകല്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി പറഞ്ഞു, അതൊന്നും പറ്റത്തില്ല, എൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കും എന്ന് തന്നെ കട്ടായം പറഞ്ഞു. അങ്ങനെ 1985 ഹി ആ ലീ എന്ന് പറയുന്ന കുട്ടിക്ക്, പെൺകുഞ്ഞിന് ഇവർ ജന്മം നൽകി. ഈ കുട്ടിക്ക് ജനിച്ചപ്പോൾ 2 കൈയിലും 2 വിരൽ വീതം ഉണ്ടായിരുന്നുള്ളൂ. തലച്ചോറിനും മാരകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അമിഗ്ഡാലയ്ക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയുള്ള കുട്ടിയായിട്ടാണ് ജനിച്ചത്. അപ്പോൾ സ്വന്തക്കാരും ബന്ധക്കാരും പറഞ്ഞു, കുട്ടിയെ നമുക്ക് ഏതെങ്കിലും ഫോറിനേഴ്സിന് ദത്തു കൊടുക്കാം, നിനക്കിതിന് വളർത്താനുള്ള ഒരു താങ്ങും തണലും ഒന്നും ഇല്ലല്ലോ, നിന്നെ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു, ഇല്ല ഞാൻ തന്നെ വളർത്തിക്കോളാം എന്ന് പറഞ്ഞ് ഇവർ വളർത്തി. കുട്ടി സ്കൂളിൽ പോകേണ്ട പ്രായമായപ്പോൾ സ്കൂളിൽ അയക്കുമ്പോൾ കൊച്ചിനെ എഴുതാൻ കഴിയുന്നില്ല. കൈ 2 വിരൽ വെച്ചിട്ട് പെൻസിൽ പിടിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഈ സൺ തീരുമാനിച്ചു ഇവളെ പിയാനോ പഠിപ്പിക്കാം. അപ്പോൾ പിയാനോ പഠിപ്പിക്കുമ്പോൾ 2 കൈയും ഒരുപോലെ ആക്ടിവേറ്റ് ആവുകയും നമുക്ക് ഫിംഗറിന് ബലം കിട്ടുകയൊക്കെ ചെയ്യും, വിരലുകൾക്ക് ബലം കിട്ടുകയൊക്കെ ചെയ്യും. അങ്ങനെ നല്ല രീതിയിൽ വളരാം എന്ന് കരുതി ഇവർ പിയാനോ പഠിപ്പിക്കാൻ കൊണ്ടുപോയി. കുറേ സ്ഥലങ്ങളിൽ പോയി. ആരും ഈ വിരൽ കുറവായതുകൊണ്ട് എടുക്കുന്നില്ല. ഈ 10-80 കീക്ക് മുകളിൽ കീ ഉള്ള പിയാനോയൊക്കെ എങ്ങനെ ഈ കുട്ടി ഒറ്റയ്ക്ക് വായിക്കും എന്നുള്ളതായിരുന്നു അവരുടെയൊക്കെ പ്രശ്നം. അവസാനം ഒരു ഗുരുവിനെ കണ്ടെത്തി. ആ ഗുരു കുറച്ച് നാൾ പഠിപ്പിച്ചു. എന്നിട്ട് ഈ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ്, പഠിക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ കുട്ടി വെറുതെ കരയാണ്, ഒരു കാര്യമില്ല. കുട്ടി പിയാനോ വയ്യാന്ന് വരുമ്പോഴത്തേക്കും കുഞ്ഞിന് എത്താൻ കഴിയാതെ വരും. കുഞ്ഞിനൊരു സ്ട്രെസ്, മാനസിക പ്രശ്നമൊക്കെ ആയിട്ട് കുട്ടി കരച്ചിലൊക്കെ. ലാസ്റ്റ് ആ ഗുരുവും പോകാൻ തുടങ്ങിയപ്പോൾ ഇവർ പറഞ്ഞ് അങ്ങനെ പോകരുത് എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ കൊണ്ടൊരു പാട്ട് രാത്രിയിലിരുന്ന് ഈ അമ്മ തന്നെ പിയാനോയിൽ ഒരു പാട്ട് വായിക്കാൻ പഠിപ്പിച്ചപ്പോൾ പിറ്റേ ദിവസം ഗുരു വന്നപ്പോൾ ഈ കുട്ടി ഇത് വായിച്ചു കൊടുത്തപ്പോൾ ഗുരുവിനൊരു വിശ്വാസമായി, ആ കുട്ടിക്ക് പറ്റും എന്ന്. അങ്ങനെ ഈ കുഞ്ഞിന് പിയാനോ വായിക്കുന്നതിൽ ഇഷ്ടം തോന്നുകയും അവർ സ്കൂളിൽ വിജയിക്കുകയും ഒരിക്കൽ ഈ വികലാംഗരായ കുട്ടികൾക്കുള്ള കലാവാസന പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ അവൾ രാഷ്ട്രപതിയിൽ നിന്ന്, അവരുടെ പ്രസിഡന്റിൽ നിന്ന് സമ്മാനം വാങ്ങുക അവരെ ചെയ്തു. അങ്ങനെ ആ കുട്ടി അവതരിപ്പിച്ച അനേകം കച്ചേരികൾ, സംഗീതങ്ങളൊക്കെ ഇന്നും ഈ ആളുകൾ കണ്ടു രസിക്കുന്നു. ഇപ്പോഴും ജീവനോടെ ഉണ്ട് ഹി ആ ലീ. ഇപ്പോഴും പിയാനോയിസ്റ്റായിട്ട് തന്നെ വളരുന്നു. അപ്പോൾ കൂടെ നിൽക്കാനും ചേർത്ത് പിടിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിശേഷപ്പെട്ട വ്യക്തിത്വങ്ങൾ ആയിത്തീരാൻ കഴിയും.